വർഷം പഴക്കമുള്ള ഈ ഹാൻഡ് ക്രാഫ്റ്റഡ് സീലിംഗ്, ഈ ആഡംബര ഫ്ലോറിംഗ്, പിന്നെ ഈ മാഗ്നിഫിസെന്റ്ലി മിറർ അത്രയ്ക്കങ്ങ് പോരാ. എക്സ്ക്യൂസ് മീ, ഫ്ലോറിംഗ് അത്രയ്ക്കങ്ങ് പോരാ. വരൂ. ബ്യൂട്ടിഫുൾ ഫ്ലോറിംഗ്, ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. ബ്യൂട്ടിഫുൾ വാൾസ്, ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. നല്ല ഭംഗിയുണ്ട്. ന്യൂ സ്റ്റൈൽ. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാർബിൾ, ഗ്രാനൈറ്റ് ആൻഡ് വെർട്ടിഫൈഡ് ടൈൽ ഷോറൂം ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. ഇന്ത്യയിലെ ആദ്യ സായുധ സ്വാതന്ത്ര്യ യുദ്ധം AD 1721 ഏപ്രിൽ മാസം 14-ാം തീയതി വ്യാഴാഴ്ച വിഷുദിനത്തിൽ സൂര്യാസ്തമയത്തോടടുപ്പിച്ച് ശ്രീ കുടമൻപിള്ളയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങലിലെ ധീരദേശാഭിമാനികൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സൈനിക മേധാവികളെ അടക്കം 151 പാശ്ചാത്യ അധിനിവേശകരായ ബ്രിട്ടീഷുകാരെ വധിക്കുകയും അവരുടെ ഗ്രന്ഥങ്ങൾ ആറ്റിങ്ങൽ പുഴയിലൂടെ ഒഴുക്കിവിടുകയും ചെയ്ത സംഭവമായിരുന്നു ആറ്റിങ്ങൽ കലാപം. ചരിത്രം ഒരുപക്ഷെ മനഃപൂർവ്വമോ അല്ലാതെയോ ഈ ഒരു സായുധ സ്വാതന്ത്ര്യ യുദ്ധത്തിന്റെ പിന്നാമ്പുറക്കാർ മനഃപൂർവ്വം മറന്നു വയ്ക്കുകയാണ് ഉണ്ടായത്. പലരും തെളിവുകൾ സഹിതം സാക്ഷ്യപ്പെടുത്തിയെങ്കിലും ഉറക്കി വിളിച്ചു പറയുവാനോ എഴുതുവാനോ ആരും തന്നെ തയ്യാറാകാതെ പോയ ആറ്റിങ്ങലിന്റെ സ്വന്തം വീരേതിഹാസ ചരിത്രത്തിന്റെ കാര്യകാരണങ്ങൾ തേടിപ്പോയ ആറ്റിങ്ങലിന്റെ ഇളം തലമുറയ്ക്ക് കലാപം നടന്ന നീണ്ട 304 വർഷങ്ങൾ പിന്നിടുമ്പോൾ കണ്ടെത്തുവാൻ കഴിഞ്ഞത് ഒരു ഹോളിവുഡ് സിനിമാകഥയെ പോലും പെരുമാറുള്ള അവിശ്വസനീയമായ സംഭവകഥകളായിരുന്നു. താളിയോലക്കെട്ടുകളും അതിപൂർവമായി എഴുതിവെക്കപ്പെട്ട ചരിത്രലേഖനങ്ങളും തെളിവുകളും വായ്മൊഴികളും ചില ചരിത്രാവശിഷ്ടങ്ങളും ഗ്രന്ഥങ്ങളും അപഗ്രഥിച്ചപ്പോൾ ആറ്റിങ്ങലിന്റെ ഗതകാല ചരിത്രം വ്യക്തതയോടെ തന്നെ പകർന്നു കേൾക്കുവാനും പറയുവാനും നമുക്ക് സാധിക്കും. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കടന്നുവരവോടെ ആറ്റിങ്ങലിന്റെ ഭാഗതയിൽ തന്നെ മാറ്റിയെഴുതപ്പെടുകയായിരുന്നു. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിഡിത്തം നിറഞ്ഞ ഒരു തീരുമാനമായി പോയെന്ന് ചരിത്രകാരന്മാർ ഒന്നടക്കം വിവക്ഷിക്കുന്നുവെങ്കിലും അന്ന് അങ്ങനെയൊരു തീരുമാനം വളരെയേറെ അനിവാര്യമായിരുന്നു. കലാപത്തിന്റെ കാര്യകാരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് AD 1672 ആറ്റിങ്ങൽ രാജവംശത്തിന്റെ റാണിയായി ഭരണ ചുമതലയേറ്റ ഉമയമ്മ റാണിയുടെ അവസാന കാലഘട്ടത്തിലായിരുന്നു. ആറ്റിങ്ങലിന്റെ വീരാംഗനയെന്നും പെൺസിംഹമെന്നുമൊക്കെ ചരിത്രകാരന്മാരിൽ പലരും വിശേഷിപ്പിച്ച ഉമയമ്മ റാണിയായിരുന്നു ആറ്റിങ്ങലിന്റെ മുന്നിലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം ക്ഷണിച്ചു വരുത്തിയത്.
മുസ്ലിങ്ങൾക്കായിരുന്നുവെങ്കിലും നേരിട്ടുള്ള നിയന്ത്രണം ആറ്റിങ്ങൽ രാജവംശത്തിന്റെ മന്ത്രിസ്ഥാനങ്ങളും മറ്റ് അധികാര വികേന്ദ്രീകരണ സമ്പ്രദായങ്ങളും നിയന്ത്രിച്ചു പോന്നിരുന്നത് ആറ്റിങ്ങൽ ദേശത്തെ പ്രമുഖരായ വഞ്ചിമുട്ടമ്പിള്ള ഉൾപ്പെടെയുള്ള മാടമ്പിമാരായിരുന്നു. ആറ്റിങ്ങൽ ദേശത്തെ കുരുമുളകിനും ഇതര നാണ്യവിളകൾക്കും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വില കിട്ടുവാനും മാടമ്പിമാരുടെ അമിത അധികാര ഇടപെടലുകൾ തടയുന്നതിനും വേണ്ടി സദദേശത്തോടെ തന്നെയായിരുന്നു ഉമൈമ റാണി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേധാവികളെ ആറ്റിങ്ങൽ പരിശീലിപ്പിച്ചത്. വിദേശ നാണ്യബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക വഴി ആറ്റിങ്ങൽ രാജകുടുംബത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൂടി മാറ്റിയിടുക എന്ന ഗൂഢോദ്ദേശം കൂടി രാജ്യതാൽപര്യങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരുന്നു എന്നത് മറ്റൊരു ചരിത്ര സത്യം. രഹസ്യമായി മാടമ്പിമാരെ സ്വാധീനിച്ചിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ലീന മോറെ എഴുതിയ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ദ ലോക്കൽ റൂളേഴ്സ് ഇൻ കേരള എന്ന പുസ്തകത്തിലും ഈ കത്തിനെ കുറിച്ചും അനുബന്ധ സംഭവങ്ങളെ കുറിച്ചും വ്യക്തമായി തന്നെ വിവരിക്കുന്നുണ്ട്. മാത്രമല്ല ഡൽഹി നാഷണൽ ആർക്കൈവ്സിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സോർട്ട് ഓൺ റെക്കോർഡ്സുകളുടെ കൂട്ടത്തിൽ മൈക്രോപോളിയം രൂപത്തിൽ ഉമൈമ റാണി എഴുതിയിട്ടുള്ള ഈ കത്ത് ഇപ്പോഴും ലഭ്യമാണ്. ആദ്യ ചർച്ച പരാജയമായിരുന്നുവെങ്കിലും വെർഗാമൻ ബക്ക എന്ന ഇംഗ്ലീഷ് കുതന്ത്രജ്ഞന് ഒരു കാര്യം വ്യക്തമായി തന്നെ മനസ്സിലായി. ഒരുപക്ഷെ റാണിയേക്കാൾ വലിയോ അതുമല്ലെങ്കിൽ റാണിക്കൊപ്പമോ ശക്തരായി നിലകൊള്ളുന്ന മാടമ്പിമാരായ ആറ്റിങ്ങൽ പിള്ളമാരെ തൃപ്തിപ്പെടുത്താതെയും സ്വാധീനിക്കാതെയും ആറ്റിങ്ങലിൽ ഒരു വ്യാപാര സാമ്രാജ്യം സ്ഥാപിക്കുക എന്നത് വളരെ അപ്രാപ്യമായ ഒരു കാര്യമാണെന്ന് മാത്രമല്ല അത് അസാധ്യമാണെന്ന് തന്നെ അവർ എഴുതി. എന്തു തന്നെയായാലും ആറ്റിങ്ങൽ എന്ന വൻ കുരുമുളക് നാണ്യവിളകളുടെ കലവറ ഉപേക്ഷിച്ചു പോകുവാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല പ്രതിസന്ധികളെ മറികടക്കുവാൻ അവർ അന്നത്തെ രാഷ്ട്രീയ വ്യാപാര വിപണന പരിതസ്ഥിതികളെ വിശകലനം ചെയ്ത് പഠിക്കുകയുണ്ടായി എന്ന് സർ ചാൾസ് ഫെർസെറ്റ് ആധികാരികമായി തന്നെ എഴുതി പിടിപ്പിച്ച ദ ഇംഗ്ലീഷ് ഫാക്ടറീസ് ഇൻ ഇന്ത്യ വോളിയം 3 വ്യക്തമായി തന്നെ വിവരിക്കുന്നുണ്ട്. പ്രാദേശികമായി നിലയുറപ്പിക്കുവാൻ ഇംഗ്ലീഷുകാർ ചെയ്തത് ആറ്റിങ്ങലിലെ അന്നത്തെ നാണ്യവിളകളുടെ ഇടനിലക്കാരായി അറിയപ്പെട്ടിരുന്ന മുഹർമാർ അഥവാ മോർമാർ എന്നിവരുടെ പേരുള്ള മുസ്ലിം കച്ചവടക്കാരെ സ്വാധീനിച്ചുകൊണ്ടാണ്. അതോടെ മാടമ്പിമാരെയും ആറ്റിങ്ങൽ റാണിയെയും ഒരുപോലെ മീഡിയേറ്റർ ചർച്ചകളിലൂടെയും അല്ലാതെയും ശക്തമായി തന്നെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് AD 1684 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൂറത്ത് ഗവർണറായിരുന്ന ജോൺ ചൈൽഡ് ആറ്റിങ്ങൽ പ്രവിശ്യയിൽ നിന്നും റാണിയുടെ പരിപൂർണ അനുമതിയോടുകൂടി കുരുമുളകും മറ്റ് നാണ്യവിളകളും സംഭരിക്കുന്നു. കമ്പനിക്ക് സ്വതന്ത്ര വ്യാപാര അനുമതിയും ഒപ്പം പരിപൂർണ സംരക്ഷണവും ഇതിലൂടെ ഉമൈമ റാണി ഉറപ്പുവരുത്തിയിരുന്നു. അനുബന്ധമായി തന്നെ ഡാനിയൽ അക്വർത്ത്, ബ്രാവേഴ്സ് വ്യൂ എന്നീ 2 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മേധാവികൾ ആറ്റിങ്ങലിലെത്തുകയും ഉമൈമ റാണിയുമായി ഒരാഴ്ചയോളം നീണ്ടുന്ന ചർച്ചകൾ നടക്കുകയും ഉടമ്പടിയിൽ ചേരുകയും ചെയ്തു. ഉമൈമ റാണിയുടെ അനന്യസാധാരണമായ ഉൾക്കരുതലിലും ദീർഘവീക്ഷണത്തിലും ഇംഗ്ലീഷുകാർ വേണാടിന്റെ മാറുന്ന മുഖച്ഛായയ്ക്കൊപ്പം തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രൗഢമായ കച്ചവട സാമ്രാജ്യങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ചു. 1687 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര വാണിജ്യ ആസ്ഥാനം സൂറത്തിൽ നിന്നും ബോംബെ അഥവാ മുംബൈയിലേക്ക് മാറ്റിയത്. ഇതോടെ കമ്പനിയുടെ സമാഹരണ ശേഷി വർദ്ധിപ്പിക്കുകയും
3000-ലധികം കണ്ടി കുരുമുളകും മറ്റ് നാണ്യവിളകളും ആറ്റിങ്ങൽ കേന്ദ്രമായ കമ്പനി സമാഹരിച്ചുകൊണ്ട് $300 വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ഒപ്പം കപ്പവും ആറ്റിങ്ങൽ റാണിക്ക് സമർപ്പിച്ചതായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ലോക്കൽ റൂളേഴ്സ് ഇൻ കേരള എന്ന ലീന മോറയുടെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. കച്ചവട സാമ്രാജ്യം വിപുലപ്പെടുത്തുവാൻ ഇതിലൂടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഏറ്റവും മണക്കുറവാണെന്ന് ആറ്റിങ്ങലാണെന്ന് അവർ അതിവേഗം തിരിച്ചറിഞ്ഞു. അതോടെ പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളുമായി കമ്പനി ഒമേമറാണിയുമായി വീണ്ടും ചർച്ചകൾ നടത്തുവാൻ അവരുടെ ബ്രിട്ടൻ പ്രതിനിധിയായ ജോൺ ബ്രോഗോഡിനെ ചുമതലപ്പെടുത്തുകയുണ്ടായി. അതിസമർത്ഥനായിരുന്ന ജോൺ ബ്രോഗോഡ് മാടമ്പിപ്പിള്ളമാരെയും ഉമേമറാണിയെയും രാജകിങ്കരന്മാരെയും ഒരേ കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് AD 1694 ജൂൺ മാസം 29-ാം തീയതി അഞ്ചലിൽ തങ്ങളുടെ വ്യാപാര സാമ്രാജ്യത്തിനായി ഒരു വലിയ കോട്ട കെട്ടുവാൻ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ഉയർത്തുകയായി. AD 1749 വരെയുള്ള അഞ്ചൻകോ ഫാക്ടറി റെക്കോർഡ്സിൽ ഈ ഉടമ്പടി കരാർ ഇന്നും സൂക്ഷിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ചേർന്ന് പഞ്ചമുട്ടകളുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ റാണിമാരെ സ്വാധീനിച്ചുകൊണ്ട് രാജ്യവിരുദ്ധവും അരാജകത്വപരവുമായ ചില ഉടമ്പടികൾ കൂടി ഒപ്പുവയ്ക്കുവാൻ ശ്രമം നടന്നത്. വെറും സാമ്പത്തിക ലാഭേച്ഛയ്ക്ക് വേണ്ടി ദേശത്തെ ഒറ്റുകൊടുത്തിരുന്ന ഇത്തരത്തിലുള്ള ദേശവിരുദ്ധതയെ ധീരദേശാഭിമാനിയും മന്ത്രിപദവും സേനാനായകത്വവും അലങ്കരിച്ചിരുന്ന കുടമപിള്ള ശക്തിയുക്തം എതിർക്കുകയും പല അനീതികളെയും അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ രക്ഷാകുലരായ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കുടമപിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പം പക്ഷം നിന്നിരുന്നവരെയും പലവിധം ഉപദ്രവിക്കുവാനും സ്ഥാനഭ്രഷ്ടരാക്കുവാനും ശ്രമം തുടങ്ങിയിരുന്നു. ഇതിലൂടെ പലവിധമായ എതിർപ്പുകൾക്കും പ്രതിസന്ധികൾക്കുമിടയിലൂടെ AD 1699 ജനുവരി മാസം 30-ാം തീയതിയിലൂടെ അഞ്ചലൻ കോട്ടയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയുണ്ടായി. ആദ്യഘട്ടത്തിലൂടെയും മുടങ്ങാതെ നൽകിക്കൊണ്ടിരുന്ന ഉടമ്പടി പ്രകാരമുള്ള കപ്പം തുക ഇംഗ്ലീഷുകാർ മനഃപൂർവ്വം വൈകിപ്പിക്കുകയും ഒപ്പം കൊട്ടാരത്തിൽ നിന്നുള്ള സന്ദേശമാക്കുകയും എന്തിന് അവസാന ഘട്ടത്തിൽ ഉമേമറാണിയെ പോലും ആക്രമിക്കുകയും ചെയ്തിരുന്നു എന്നതിന് ചരിത്രത്തിന്റെ നേർസാക്ഷ്യം ഒട്ടനവധിയുണ്ട്. പാവങ്ങളെ അതിക്രൂരമായി തന്നെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. സാമ്പത്തിക മാന്ദ്യം കൊണ്ട് രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങുന്ന കാര്യം ഉമേമറാണിയും ഇതിനോടകം തിരിച്ചറിഞ്ഞിരുന്നു. ശക്തി ക്ഷയിച്ചുവെങ്കിലും ഉമേമറാണിയുടെ മനസ്സിന്റെ ആത്മബലം തളർന്നിരുന്നില്ല. സത്യസന്ധനും രാജ്യസ്നേഹിയും നല്ലൊരു കളൻ സേനാധിപതിയുമായിരുന്ന കുടമപിള്ള അപ്പോഴും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് വിട്ടുവീഴ്ചകളൊന്നും തന്നെയില്ലാതെ ധിക്കാരപരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഉമേമറാണിക്കൊപ്പം നിലപാടുകളോടെ ഉറച്ചു നിന്നിരുന്നു. ഒരു പ്രായസത്തിന് കാരണമില്ലാതെ AD 1699 ഡിസംബർ മാസത്തിലെ തണുപ്പാർന്ന ഒരു ക്രിസ്തുമസ് രാവിലെ അത്യന്തം മനോവേദനയോടെ ഉമേമറാണി ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു നാട് നീങ്ങി. ചരിത്രപരമായ അബദ്ധങ്ങളുടെ കണക്കെടുപ്പുകൾക്കും അപ്പുറം രാജ്യതരപരമായ കാഴ്ചപ്പാടുകൾ കൂടി ഒരുപക്ഷെ ഉമേമറാണിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം. ഉമേമറാണിക്ക് ശേഷം ഭരണമേറ്റെടുത്ത റാണിമാരെല്ലാം തന്നെ യാതൊരുവിധ കാര്യപ്രാപ്തിയും ഉള്ളവരായിരുന്നില്ല. ഒന്നിനു പുറകെ മറ്റൊന്നായി അപജയങ്ങൾ നേരിട്ടുകൊണ്ട് വേണാട് പലവിധമായ പ്രതിസന്ധികളിലേക്ക് നീങ്ങുകയായിരുന്നു. ആടിയുടഞ്ഞ ആറ്റിങ്ങൽ സ്വരൂപത്തിൽ പരസ്പരം ഭിന്നിപ്പുകളും ചേരിപോലുകളും നിലനിന്നിരുന്നു. ഇത് ക്രമേണ കമ്പനികളുടെ നിലനിൽപ്പിനെയും ബാധിച്ചു തുടങ്ങി. എന്തുതന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും ഉമേമറാണി ഇംഗ്ലീഷുകാർ ഒരു രക്ഷകയെ കണ്ടിരുന്നു എന്നതാണ് കാലയളവ്. കമ്പനിയുടെ അധിപതിയായിരുന്ന ജോൺ ബ്രോഗോഡ് AD 1707 ആറ്റിങ്ങലിൽ നിന്നും എന്നേക്കുമായി ബ്രിട്ടനിലേക്ക് മടങ്ങിപ്പോയിരുന്നു. പിന്നീട് AD 1719 ആറ്റിങ്ങൽ കലാപത്തിന് വഴിവരുന്ന സംഭവ പരമ്പരകളുടെ തുടർച്ചകൾ അത്യന്തം തന്ത്രശാലിയായിരുന്ന
എഗ്നീഷ്യോ മലീറിയോസും ചേർന്ന് അക്ഷരാർത്ഥത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ തന്നെ നശിപ്പിക്കുകയായിരുന്നു. പണത്തോടുള്ള അത്യാർത്ഥിയാൽ അക്കൗണ്ടിൽ തിരിമറി നടത്തി വൻ തുകകളായിരുന്നു ഇവർ സ്വകാര്യമായി സമ്പാദിച്ചിരുന്നത്. ഒപ്പം ആറ്റിങ്ങിലെ ഇടനില കച്ചവടക്കാരായ മുഖർമാരെയും ചില നാടുവാഴി പ്രമുഖന്മാരെയും ഇവർ പലവിധത്തിൽ ശാരീരികമായും അല്ലാതെയും ഉപദ്രവിക്കുവാൻ തുടങ്ങിയിരുന്നു. കോട്ടയ്ക്ക് സമീപമുള്ള അതിദരിദ്രരായ സാധുജന സ്ത്രീകളെ ബ്രൂട്ടലായി തന്നെ ഉപദ്രവിക്കുകയും അവസാനം വെടിവെച്ചു കൊല്ലുകയും ചെയ്യുക പതിവ് സംഭവം തന്നെയായിരുന്നു. രാജസദസ്സിൽ വെച്ച് തന്നെ വഞ്ചിമുട്ടത്തുപിള്ളയുടെ സാന്നിധ്യത്തിൽ കുടമ്പുള്ളയെയും പരിഹസിച്ച് തരം താഴ്ത്തിക്കെട്ടുവാനുള്ള ശ്രമവും ഇംഗ്ലീഷുകാരിൽ നിന്നും നേരിടേണ്ടതായി വന്നു. ദ ഇംഗ്ലീഷ് ഫാക്ടറീസ് ഇൻ ഇന്ത്യ ഓഫ് സെക്കൻഡ് ബറ്റാലിയൻ എന്ന റോയൽ ലണ്ടൻ ഫിസിലിയേഴ്സ് രചിച്ച് ആർതർ എഡ്വേർഡ് എഡിറ്റ് ചെയ്തിട്ടുള്ളതുമായ ദ ഹിസ്റ്റോറിക് എലമെന്റ്സ് ആൻഡ് സോളിഡ്സ് റെക്കോർഡ്സിൽ ഇത്തരം കാര്യങ്ങൾ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നു. ഇംഗ്ലീഷ് കമ്പനിയുടെ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തികളിൽ ഉടമകളുടെ നിശ്ചിത സമ്മതത്തോടെ കമ്പനിക്കെതിരെ തികച്ചും സ്വാഭാവികമായി ഒരു പടയൊരുക്കം തുടങ്ങിയിരുന്നു. പലപ്പോഴായി അഞ്ചുതന്നെ കോട്ടയ്ക്കെതിരെ സംഘടിതരായ ജനങ്ങൾ തീവയ്ക്കുകയും കല്ലെറിയുകയും ചെയ്യുക ഒറ്റപ്പെട്ട സംഭവം അല്ലാതെയായി മാറി. കള്ളക്കണക്കുകൾ എഴുതി കബളിപ്പിക്കപ്പെടുന്നതിനാലും പരസ്യമായ മതാധിക്ഷേപത്തെ തുടർന്നും ശാരീരിക ഉപദ്രവത്തെ തുടർന്നും മൂർമ കമ്പനിയുമായി ചേർന്നുള്ള കച്ചവടങ്ങളിൽ നിന്നും പിന്തിരിയുവാൻ തുടങ്ങിയിരുന്നു. വർഷങ്ങളായി കപ്പവും ചുങ്കവും മുടങ്ങിയതിനാൽ റാണിമാരും ബ്രിട്ടീഷുകാരോട് നിസ്സഹകരണത്തിലായിരുന്നു. വഞ്ചിമുട്ടത്തുള്ളയുടെ മധ്യസ്ഥതയിൽ വില്യം ബിഫോറിനെയും വാട്ടർബ്രൗണിനെയും കണ്ട് സ്ഥിതിഗതികൾ അനുരഞ്ജനത്തിലെത്തിക്കുവാൻ നോക്കിയെങ്കിലും ഇതിനോടൊന്നും ഇംഗ്ലീഷ് പാദസേവനായി മാറിക്കഴിഞ്ഞ വഞ്ചിമുട്ടത്തുള്ളയ്ക്ക് പിന്തുണയും ജനപിന്തുണയും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവസാനം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വഞ്ചിമുട്ടത്തുള്ള ലോക്കൽ സൈനിക സേവനം വാഗ്ദാനം ചെയ്തതോടെ കുടമമുള്ള ഗോപാലനാവുകയും ഇനി അധികം വൈകിപ്പിക്കേണ്ടതില്ല എന്ന ഉറച്ച തീരുമാനത്തിലെത്തുകയും ചെയ്തു. കാര്യങ്ങൾ കൈവിട്ടു പോയതോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉന്നതാധികാര സമിതി ഇടപെട്ടുകൊണ്ട് മുടങ്ങിക്കിടന്ന കപ്പവും വിലപിടിപ്പുള്ള വ്യവഹാരങ്ങളും എത്രയും വേഗം ആറ്റിങ്ങൽ കോഴിക്കൽ പാലസിനെത്തിച്ച് നടപടിയായിക്കൊള്ളാം എന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ദൂതൻ മുഖാന്തരം ആറ്റിങ്ങൽ റാണിമാരെ അറിയിച്ചു. അന്നത്തെ ആറ്റിങ്ങൽ റാണിമാർ ആ ഉപഹാരം സ്വീകരിക്കുവാനായി തീരുമാനത്തിലെത്തുകയും ഏപ്രിൽ മാസം 14-ാം തീയതി വിഷുദിനത്തിൽ വൻപിച്ച വരവേൽപ്പോടെ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സേനാവ്യൂഹത്തെ സ്വീകരിച്ച് രാജകൊട്ടാരത്തിലേക്ക് ആനയിച്ചു. വിഭവസമൃദ്ധമായ സർക്കാരിനൊടുവിൽ ആറ്റിങ്ങൽ കൊല്ലംകുഴിയിലൂടെയുള്ള സേനാവ്യൂഹത്തിന് നേരെ ഈ കാണുന്ന പുഴത്തുരുത്തിൽ നിന്നും കുടമ്പുഴയുടെ നേതൃത്വത്തിൽ കളരി ആയുധ നിലകളിൽ അതിവൈദഗ്ധ്യം നേടിയിരുന്ന സേനാ സംഘങ്ങൾ നിമിഷാർത്ഥവേഗത്തോടെ അതികണിശമായ ആസൂത്രണത്തിലൂടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സേനാവ്യൂഹത്തെ ആക്രമിക്കുകയായിരുന്നു. തീർത്തും അപ്രതീക്ഷിതവും ആകസ്മികവുമായുണ്ടായ ആക്രമണം ഇംഗ്ലീഷുകാരെ ക്ഷണനേരത്തിൽ ആശങ്കയും ഒപ്പം ഭീതിയും ആഴ്ത്തി. ആ ക്ഷണനേരം തന്നെയായിരുന്നു ആറ്റിങ്ങലിലെ ധീരദേശാഭിമാനികൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹവും അവസരവും. കളരിപ്പയറ്റിലെ അതിസങ്കീർണവും അതിവേഗതയേറിയതുമായ പ്രാർത്ഥന മുറകളായിട്ട് അറിയപ്പെട്ടിരുന്ന സിലമ്പാട്ടം എന്ന തെക്കൻ സിലമ്പാട്ടമായി തീവണ്ടി എന്ന ഇന്ന് നിലവിലില്ലാത്തതും മിന്നൽ വേഗതയാർജിച്ച ആയുധന കരുത്തുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഇംഗ്ലീഷ് പടയാളികളെ കുടമമ്പുള്ളിയുടെ സേന നിഷ്പ്രഭമാക്കിയിരുന്നു. അന്നത്തെ ആധുനിക തോക്കിൻ കുഴലുകൾക്ക് മുന്നിൽ ഇടനെഞ്ചിന്റെ ഉറപ്പും കളരിയുടെ പ്രവചനാതീതമായ കരുത്തും കൊണ്ട് ഒരാൾക്ക് പോലും ജീവൻ നഷ്ടപ്പെടാതെ കുടമമ്പുള്ളിയുടെ നേതൃത്വത്തിൽ ഒരു സംഘടിത ശക്തി നേടിയെടുത്ത പ്രോജക്ട് വിജയം അതായിരുന്നു 1723 ഏപ്രിൽ മാസം
ഞാൻ സുഭാഷ് മാനേജർ നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ചെറുകിരി. ആർട്ടിഫിഷ്യൽ ടെസ്റ്റിന്റെ ഭാഗമായി ആർട്ടിഫിഷ്യൽ കലാപം ഒരു ഡോക്യുമെന്ററി നിങ്ങൾക്കായി സമർപ്പിക്കുക കഴിഞ്ഞതിൽ ഞാൻ അതിനെ സന്തോഷിക്കുന്നു. നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ചാക്കര ചിറയിരി.